വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് ഒരു ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ് ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ദി പോപ്പുലേഷൻ അല്ലെങ്കിൽ സാമ്പിളിംഗ് ഫ്രെയിം നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അപ്ലൈ ചെയ്യുക. നമ്മൾ പോപ്പുലേഷനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓരോ ഗ്രൂപ്പിനെയും പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഇൻ്റർവെൽ എന്നുള്ളത്. എത്ര സാമ്പിളിംഗ് ഇൻ്റർവെൽ വേണം എന്ന് നിശ്ചയിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു ബിഗൻ ഡിവൈഡഡ് ബൈ സ്മോൾ എൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിംഗ് ഇൻ്റർവെൽ ആണ്. ബിഗൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ദി പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ്റെ എണ്ണം. സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് എത്രയാണോ നമുക്ക് സാമ്പിളിനെ ചൂസ് ചെയ്യേണ്ടത് ആ സാമ്പിളിൻ്റെ എണ്ണം. അപ്പം നമ്മൾ കെൻ്റെ വാല്യൂ കാണും. അപ്പോൾ സപ്പോസ് നമ്മളുടെ പോപ്പുലേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1000 ആണ്. നമുക്ക് ലഭിക്കേണ്ട സാമ്പിൾ എന്ന് പറയുന്നത് 200 ആണ് എന്നുണ്ടെങ്കിൽ കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 ഡിവൈഡഡ് ബൈ 200 ആണ്, അതായത് 5. അപ്പോൾ നമ്മൾ ഈ 1000 പേഴ്സൺസിനെ അല്ലെങ്കിൽ പോപ്പുലേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള 1000 ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും 200 പേരടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഓരോ സാമ്പിളിംഗ് ഇൻ്റർവെല്ലിൽ നിന്നും നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്ക് ആയിട്ടുള്ള ലോട്ടറി മെത്തേഡോ ടേബിൾ ഓഫ് റാൻഡം നമ്പർ മെത്തേഡോ വെച്ചിട്ട് ഒരു സാമ്പിളിനെ ചൂസ് ചെയ്യണം. ഇത് 5th ഐറ്റം ആണ് എന്നുണ്ടെങ്കിൽ ഈ 5th ഐറ്റത്തിൻ്റെ കൂടെ സാമ്പിളിംഗ് ഇൻ്റർവെൽ, അതായത് കെൻ്റെ വാല്യൂ ആയിട്ടുള്ള 5 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 10 കിട്ടും. സെക്കൻഡ് സാമ്പിൾ എന്ന് പറയുന്നത് 10th ഐറ്റം ആണ്, 10ാമത്തെ ഐറ്റം ആണ്. ഇനി തേർഡ് സാമ്പിളിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ 10ൻ്റെ കൂടെ വീണ്ടും കെൻ്റെ വാല്യൂ 5 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 15 കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നമ്മളുടെ സാമ്പിൾ എന്ന് പറയുന്നത് 15th ഐറ്റം ആണ്. അപ്പോൾ ഈ പ്രൊസീജിയർ നമുക്ക് എത്ര സാമ്പിളാണോ ആവശ്യമായിട്ട് വരുന്നത് അത്രയും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്.